ഞാനൊരു മസലയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുടെ വ്യക്തത ഒന്നുകൂടെ വരുത്തണം എന്ന് ആലോചിക്കുകയാണ്. നമ്മുടെ വിഷയവുമായി ബന്ധിക്കുന്നതല്ല, പക്ഷേ നമ്മുടെ സ്ത്രീകളുടെ ആഭരണങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നൊരു ചർച്ച നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതിന്റെ ഒരു വ്യക്തത നൽകേണ്ടത് അനിവാര്യമാണെന്ന് തോന്നിയതുകൊണ്ട് മാത്രം ഞാനത് ഒരൽപ്പം സമയമെടുത്ത് ഞാനത് വിശദീകരിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, യൂട്യൂബിലൊക്കെ മറുപടി നൽകുന്ന ആളുകൾ അവർ പല ആശയക്കാരുമായിരിക്കാം, പുത്തനാശയക്കാരും വിദഈ ചിന്തക്കാരൊക്കെ ആയിരിക്കാം. അവരോട് പറയാനുള്ളത്, മദ്ഹബിന്റെ ഇമാമുകൾ പറഞ്ഞു വെച്ച വിഷയങ്ങളെ മറികടന്നുകൊണ്ട് സംസാരിക്കുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. സ്വയം മുജ്തഹിദുകളായി മാറുകയും ഹദീസുകളും ആയത്തുകളും വെച്ച് ഫിഖഹിന്റെ മസ്അലകളെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതി, അത് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ തന്നെ വളരെ ഡേഞ്ചറാണ്. ഹദീസുകളുടെ ബലാബലം എന്താണെന്നറിയാതെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ഇങ്ങനെ സംഭവിച്ചു, ഒരു പെൺകുട്ടി ഇങ്ങനെ വന്നപ്പോൾ കയ്യിലെ വളകൾ കണ്ടപ്പോൾ തങ്ങൾ ഇങ്ങനെ ചോദിച്ചു എന്നൊരു ഹദീസ് അവതരിപ്പിച്ചുകൊണ്ട് ആ ഹദീസിന്റെ ബലാബലം എങ്ങനെയാണ് ഫുഖഹാ അതിനെ കണ്ടിട്ടുള്ളത്, ഈ മസ്അലയിൽ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടായ അർത്ഥ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസത്തിന്റെ മാനദണ്ഡം എന്താണ് എന്നൊന്നും അറിയാതെ സ്വയം മുജ്തഹിദീങ്ങളായിട്ട് പറയുന്ന ആളുകളോടല്ല ഞാൻ മറുപടി പറയുന്നത്. അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. മദ്ഹബിന്റെ ഇമാമിയങ്ങൾ എന്താണ് ആഭരണങ്ങളുടെ സക്കാത്തിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ മദ്ഹബിന്റെ ഇമാമിന് ശാഫിഈ തങ്ങൾ എന്ന് പറഞ്ഞു, ഇമാം മാലിക് എന്നവരുടെ അഭിപ്രായം എന്താണ്, അഹ്മദ് ബിൻ ഹംബൽ എന്നവരുടെ മദ്ഹബിന്റെ അഭിപ്രായം എന്താണ്, അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബിന്റെ അഭിപ്രായം എന്താണ്, സ്വഹാബികൾ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്തത്, ഇതൊന്നും നോക്കാതെ വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ എന്ന ആയത്തെടുത്തിട്ട് പെണ്ണുങ്ങൾ ധരിക്കുന്ന ആഭരണങ്ങളൊക്കെ കെൻസ് ചെയ്യുന്നതാണ് എന്നതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഷാഫിഈ മദ്ഹബനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തോട് വിരുദ്ധമായ രീതിയിൽ അല്ലെങ്കിൽ മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ അഭിപ്രായത്തിനെതിരായ പ്രസ്താവനകൾ ചെയ്തുകൊണ്ട് ചില പുത്തനാശയക്കാർ, ഞാൻ പറഞ്ഞൊരു കാര്യത്തെ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തൊരു വിഷയത്തെ അവതരിപ്പിച്ചത് എനിക്ക് തോന്നുന്നു ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചില ചർച്ചകൾ ഉണ്ടാകുമ്പോൾ അതിന്റെ വിശദീകരണം പറയാൻ അവസരം ഉണ്ടാവും. സത്യത്തിൽ സ്വർണത്തിലും വെള്ളിയിലും കച്ചവടത്തിലും സക്കാത്ത് നിർബന്ധമുള്ള വിഷയങ്ങളാണ്. കന്നുകാലികളിലടക്കം നിധികളിൽ സക്കാത്തുണ്ട്, കൃഷികളിൽ സക്കാത്തുണ്ട്. അതിന്റെ വിശദീകരണങ്ങൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാണ് വിവരിക്കുക. ഞാൻ പറയുന്നത്, വെള്ളിയുടെയോ സ്വർണത്തിന്റെയോ ആഭരണങ്ങൾ സ്ത്രീകൾ അണിയുമ്പോൾ, അവരെ ഉപയോഗിക്കുമ്പോൾ അത് സക്കാത്ത് കൊടുക്കപ്പെടേണ്ട മുതലാണോ അല്ലയോ? സാധാരണഗതിയിൽ ചില ആളുകളെങ്കിലും, ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെയായിരുന്നു, വിവാഹം നടക്കുമ്പോൾ ഒരു പെൺകുട്ടിക്ക് തന്റെ വാപ്പ, തന്റെ പിതാവ് സ്നേഹത്തോടെ സ്വർണ്ണാഭരണങ്ങൾ കൊടുത്താൽ പുതിയാപ്പിള ചെറുക്കൻ എന്ത് പറയും? 10 പവന്റെ മുകളിലുള്ളത് നിങ്ങൾ തിരിച്ചെടുത്തോ, എന്റെ ഭാര്യയ്ക്ക് അത് വേണ്ട, 10 പവനേ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണിനെ അള്ളാഹു അനുവദിച്ച ആഭരണങ്ങളിൽ കണക്ക് പറഞ്ഞ് അതിനെ നിയന്ത്രിക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ ആദ്യം പറയുന്നത്. ഒരു പെണ്ണിനെ ഇത്രയേ ധരിക്കാവൂ എന്ന് ശരീഅത്തിന്റെ മാനദണ്ഡങ്ങളിൽ കണക്ക് പറഞ്ഞിട്ടില്ല. അത് അല്ലാഹു അവർക്ക് അനുവദിച്ചതാണ്. ഇനി അനുവദിച്ചത് 10 പവന്റെ മുകളിലാണെങ്കിൽ അതിന് സക്കാത്ത് വരുമോ? ആഭരണങ്ങളിൽ സക്കാത്ത് ഉണ്ടോ ഇല്ലയോ? നമ്മുടെ മദ്ഹബിന്റെ അഭിപ്രായ പ്രകാരം ഇമാം മാലിക് എന്നവരുടെയും അഹ്മദ് ബിൻ ഹംബൽ എന്നവരുടെയും 3 മദ്ഹബിന്റെ അഭിപ്രായം, ജംഹൂറുൽ ഉലമ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ആഭരണമായി വെച്ചതിലോ ആഭരണമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതോ പിന്നീട് അണിയണമെന്ന് ഉദ്ദേശിച്ച് മാറ്റിവെച്ചതോ സ്വർണം എത്രയാണെങ്കിലും അവയിൽ സക്കാത്ത് വരുന്നില്ല എന്നത് എന്റെ അഭിപ്രായമല്ല, മദ്ഹബിന്റെ ഇമാമികളുടെ അഭിപ്രായമാണ്. അപ്പോ അതിനെതിരെ വരുന്ന ഹദീസുകളുടെ ആശയം എന്തായിരിക്കും? അതാണ് ഞാൻ വിവരിക്കാൻ പോകുന്നത്. എന്താണ് ഇതിൽ പണ്ഡിതപക്ഷം? അതുകൊണ്ട് ക്ഷമയോടുകൂടെ ഒരൽപ്പസമയം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. മഹാനായ അല്ലാമ ഇബ്നു അബ്ദുൽ ബർ എന്ന് പറയുന്നത് മാലിക്കി മദ്ഹബിലെ വളരെ പ്രഗൽഭനായ പണ്ഡിതനാണ്. വഅജ്മഉ, ആലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഏകോപിച്ച അഭിപ്രായമാണ് അൻ ലാ സകാത്ത ഫിൽ ഹലിയി ഇദാ കാന ജൗഹറൻ ഔ യാഖൂതൻ. സ്വർണ്ണമല്ലാത്ത ഡയമണ്ടുകളോ പേളുകളോ റൂബികളോ വിലപിടിപ്പുള്ള കല്ലുകളോ ആഭരണമായി ഉപയോഗിക്കുന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, സക്കാത്ത് ഇല്ല. ഡയമണ്ട് ഉപയോഗിക്കുന്നു, ഡയമണ്ടിന്റെ ആഭരണങ്ങൾ ഉപയോഗിക്കുന്നു, ആ ആഭരണങ്ങളിൽ അതിലൊന്നും സക്കാത്ത് ഇല്ല എന്നത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ്. സ്വർണത്തിലും വെള്ളിയിലുമുണ്ടോ? അവിടെയാണ് നമ്മുടെ ചർച്ച വരുന്നത്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ആഭരണങ്ങളിൽ സക്കാത്ത് ഇല്ല എന്ന് പറഞ്ഞ വിഷയം, അമ്മൽ ഹുലിയുൽ മുഹറം ഫതജിബു സക്കാത്തു ഫീഹി ബിൽ ഇജ്മാ. ഹലാലായ ആഭരണങ്ങൾ, അള്ളാഹു അനുവദിച്ച ആഭരണങ്ങൾ ഒരു പെണ്ണിന്, അവയിൽ സക്കാത്തില്ല. എന്നാൽ അള്ളാഹു ഹറാമാക്കിയ ആഭരണങ്ങൾ, അതെങ്ങനെയാ? ഒരു പുരുഷൻ സ്വർണ്ണമണിയാൻ പാടുള്ളതല്ല, പുരുഷന്മാർക്ക് സ്വർണം ഹറാമാണ്. അങ്ങനെ ഒരു പുരുഷൻ സ്വർണത്തിന്റെ സക്കാത്തിന്റെ കണക്കെത്തിയ നിസ്വാബുള്ള ഒരു ആഭരണം അണിഞ്ഞാൽ അണിയൽ തന്നെ ഹറാമാണ്, അതിന് സക്കാത്ത് കൊടുക്കലും നിർബന്ധമാണ്. ഒരു പെണ്ണ് അമ്മൽ ഹുലിയുൽ മുഹറം ഫതജിബു സക്കാത്തു ഫീഹി ബിൽ ഇജ്മാ, മഹാനവറുകൾ റൗദത്തു ത്വാലിബീനിൽ പറയുന്നത്, ഒരു പെണ്ണ് ഹറാമായ ആഭരണം അണിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു പാമ്പിന്റെ രൂപത്തിലുള്ള മാല, ഒരു സിംഹത്തിന്റെ രൂപത്തിലുള്ള വള, ഇതുപോലെയുള്ളത് മുഹറമത്തുൻ വഫീഹ സക്കാത്ത്, അത് ഹറാമായതാണ്. കാരണം ജീവികളുടെ രൂപങ്ങളാണത്, നമുക്കത് അണിയാൻ പാടുള്ളതല്ല. വഫീഹ സക്കാത്ത്, അതിൽ സക്കാത്ത് കൊടുക്കലും നിർബന്ധമാണ്. 2, കച്ചവടത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വായ്പ കൊടുക്കാൻ വേണ്ടിയോ വിൽക്കാൻ വേണ്ടിയോ
നമ്മൾ മാറ്റിവെച്ചിട്ടുള്ള ആഭരണങ്ങൾ 10 പവന്റെ മുകളിലുണ്ടെങ്കിൽ 10 പവനോ അതിന് മുകളിലോ ഉണ്ടെങ്കിൽ അതിൽ സക്കാത്ത് നിർബന്ധമാണ്. ഉപയോഗിക്കാനുള്ളതല്ല എന്ന് മനസ്സിലാക്കണം. ഇനി ഉപയോഗിക്കാൻ വേണ്ടി മാറ്റിവെച്ച ആഭരണങ്ങൾ സ്വർണത്തിന്റെ ബാറുകളല്ല, സ്വർണത്തിന്റെ കോയിനുകളല്ല, അതിലൊക്കെ സക്കാത്ത് വരും. 10 പവനോ മുകളിലോ ഉണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്താണ്. നേരെമറിച്ച് മഹല്ലുൻ നിസാ, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ വിഷയം, ആഭരണങ്ങളായി അണിയാൻ വേണ്ടി മാറ്റിവെച്ചത്, ആഭരണമാക്കി വെച്ചത്, ആഭരണമായി വെച്ച് ഉപയോഗിക്കുന്നതോ ഉപയോഗിക്കണമെന്ന് പിന്നീട് ഉപയോഗിക്കണമെന്ന് ഉദ്ദേശമുള്ളതോ ആയ ആഭരണങ്ങളിൽ സക്കാത്ത് ഉണ്ടോ ഇല്ലയോ? ഉണ്ടെന്ന് പറഞ്ഞ ഒരു ചെറു ന്യൂനപക്ഷമുണ്ട്. ഇല്ല എന്നതാണ് ബഹുഭൂരിപക്ഷം ആലിമീങ്ങളുടെ അഭിപ്രായം. നമ്മൾ ഇല്ലാത്തതിനെ ഉണ്ടെന്ന് പറയേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് കേരളീയ മുസ്ലിമീങ്ങൾ. ഷാഫിഈ മദ്ഹബ് പ്രകാരം ഉണ്ട് എന്ന് പറഞ്ഞ ഒരൊറ്റ മദ്ഹബുള്ളൂ, ഇമാം അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബ് പ്രകാരം. സ്വഹാബികളിൽ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് എന്ന ഒരൊറ്റ സ്വഹാബിക്ക് മാത്രമേ അഭിപ്രായമുള്ളൂ. ബാക്കി ജംഹൂർ സ്വഹാബ ആഭരണങ്ങൾ എത്രയാണെങ്കിലും അതിൽ സക്കാത്ത് വരുന്നില്ല എന്ന് പറഞ്ഞവരാണ്. എല്ലാവരും സക്കാത്ത് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ? കൊടുത്തോളൂ, സ്വതക്കയായിട്ടെങ്കിലും അത് സ്വീകരിച്ചേക്കും. ചില ആളുകൾക്ക് ഇങ്ങനെ ചില വിഷയങ്ങൾ ഹലാലോ ഹറാമോ, അത് ഹറാമാന്ന് പറഞ്ഞാലേ സമാധാനമുള്ളൂ. ചില ഉള്ളതല്ലേ പറയേണ്ടതുള്ളൂ, ഇല്ലാത്ത എന്തിനാ നമ്മൾ ദീനിന്റെ പേരിൽ വെച്ച് കെട്ടേണ്ടത്? മഹാനായ അല്ലാമ ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി തആല അലൈഹി ഹംബലി പണ്ഡിതനാണ്, ഹംബലി മദ്ഹബുകാരനാണ്. വഅമ്മൽ മുഅജ്ജു ലിൽ ഖിറാ വബിൻ നഫഖ ഇദാ ഇഹ്തൂജ ഇലൈഹി ഫഫീഹി സക്കാത്ത്. പണ്ഡിതന്മാരുടെ അഭിപ്രായം അത് തന്നെയാണ്. നമ്മളൊരു അസറ്റായി മാറ്റിവെക്കുന്നത്, സ്വർണ്ണത്തിലെ ചില മാലകളൊക്കെ പൊട്ടിപ്പോയി, അത് നന്നാക്കണമെന്ന് ആഗ്രഹമല്ല, സ്വർണ്ണമല്ലേ, വില കൂടുന്നതല്ലേ, അല്ലെങ്കിൽ വെള്ളി ആഭരണങ്ങളാണ്, അതിന്റെ നിസാബ് ഉണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. സ്വർണ്ണത്തിന്റെ നിസാബ് എന്ന് പറഞ്ഞാൽ 85 ഗ്രാമാണ് സ്വർണ്ണത്തിന്റേത്. വെള്ളി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വെള്ളിയുടെ നിസാബ് വേറെയാണ്. നമ്മൾ സാധാരണഗതി വെള്ളി ഉപയോഗം നാട്ടിൽ കുറവാണ്, സ്വർണ്ണമാണ് കൂടുതൽ ആളുകൾ ഉപയോഗിച്ചു വരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ അഭിപ്രായ വ്യത്യാസം വരാൻ കാരണം? ഇഖ്തിലാഫുള്ള ഒരു വിഷയമാകുമ്പോഴേ അതിൽ ഇന്നതാണ് അഭിപ്രായം, മറ്റേ അഭിപ്രായങ്ങൾ മുഴുവൻ തെറ്റാണ് എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ പറയാൻ പാടില്ല. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ എന്തതിനെ സംബന്ധിച്ച് പറയുന്നു, ഇതാണ് അതിനെ സംബന്ധിച്ച് പറയേണ്ടത്. ഇപ്പൊ ചില ആളുകളൊക്കെ ഹദീസ് വായിക്കുക, ആയത്തോതുക, എന്നിട്ട് അങ്ങോട്ട് മസല പറയാം, അവരെ ഒരു ഫത്വ പുറപ്പെടുവിക്കുക. ഹദീസ് കണ്ടില്ലേ, ഈ ഹദീസും ഖുർആനും വെച്ച് തന്നെ പഠിക്കുന്നവരാ മദ്ഹബിന്റെ ഇമാമികൾ. ഉലമാ പഠിക്കുന്നത് അദില്ലത്തുകൾ വെച്ചിട്ടാണ്. ഒരു ഹദീസിന്റെ ദലാലത്ത് എന്താണ്, ആ ഹദീസ് സ്വരീഹാണോ മുബ്ഹമാണോ, ആ ഹദീസിന് വേറെ തഅ്വീലുകൾ ഉണ്ടാകുമോ, ഇതൊക്കെ പരിശോധിച്ചതിന്റെ ശേഷമാണ് മദ്ഹബിന്റെ ഇമാമിയങ്ങൾ ഇതിൽ അഭിപ്രായം പറയുന്നത്. ആ അഭിപ്രായത്തെ ചവിട്ടി താഴ്ത്തിയിട്ട് 1-2 ഹദീസ് വെച്ചിട്ട് അതല്ല ഇവിടെ ശരി എന്ന് പറയുന്നത് മിനിമം ആലിമീങ്ങളോട് കാണിക്കുന്ന ധിക്കാരമാണ്. അത് ചെയ്യരുത് എന്നാണ് ഇത്തരം ആളുകളോട് ഞാൻ ആദ്യമായി സൂചിപ്പിക്കുന്നത്. ഇനി ഇതിൽ സക്കാത്ത് ഉണ്ട്, ആഭരണങ്ങൾ 10 പവൻ കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്നതിൽ സക്കാത്ത് ഉണ്ട് എന്ന് പറയുന്നവരുടെ പക്ഷം കേൾക്കാം, അവർക്ക് പറയാനുള്ള തെളിവുകളും കേൾക്കണം. അതിനുശേഷം എന്തുകൊണ്ട് ആഭരണങ്ങളിൽ സക്കാത്ത് ഇല്ല എന്ന് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞു എന്ന അതിന്റെ വിശദീകരണവും നമ്മൾ മനസ്സിലാക്കണം. ഇത് ഒരാൾക്ക് വേണമെങ്കിൽ സ്വർണ്ണത്തിന് സക്കാത്ത് തന്നെ കൊടുക്കണമെന്നില്ല. ഏത് ചെറിയ സ്വർണ്ണത്തിലും വെള്ളിയിലും പൈസയിലും മനുഷ്യന് സ്വതക്ക കൊടുക്കാം, ദാനം കൊടുക്കാം. സക്കാത്ത് നിർബന്ധമാണ്. അത് ചെയ്തില്ലെങ്കിൽ അല്ലാഹുവിന്റെ അടുത്ത് കുറ്റം കിട്ടും. മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ സക്കാത്ത് ഇല്ലെന്നാണ്. നിങ്ങൾ കാർ വാങ്ങിച്ചു, നിങ്ങൾ ഉപയോഗിക്കുന്ന വീട്, നിങ്ങളുടെ ഫാക്ടറിയിലെ എക്യുപ്മെന്റ്സുകൾ, ഇതിന് സക്കാത്ത് ഇല്ലല്ലോ. സക്കാത്ത് വരുന്നത് തന്നെ ഉപയോഗമില്ലാതെ ജാമിദായി കിടക്കുന്ന, ഡെഡായി കിടക്കുന്ന മണികളിലാണ് സക്കാത്തുള്ളത്. എത്രത്തോളം കന്നുകാലികളിൽ സക്കാത്തുണ്ടെന്ന് പറയുമ്പോഴും കൃഷിക്ക് ഉപയോഗിക്കുന്ന അവാമിൽ എന്ന് പറയും, കൃഷിക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു മനുഷ്യന് കച്ചവടത്തിൽ ഉപയോഗിക്കുന്ന മൃഗങ്ങൾ, കന്നുകാലികൾ, അതിന് സക്കാത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ. എന്തേ? അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഒരാൾക്ക് കാറുണ്ട്, കാറിന് സക്കാത്തുണ്ടോ? ഇല്ല. വീട് വെച്ചിട്ടുണ്ട്, വലിയ വീടാണ്, അത് ഇത്ര കൂടി ചെലവുണ്ട്, സക്കാത്തുണ്ടോ? ഇല്ല. ഉള്ളത് എന്ന് പറയുന്നത് മനുഷ്യൻ സൂക്ഷിച്ചു വെക്കുന്നത്, അത് വെള്ളിയുടെ നിസാബെത്തി കഴിഞ്ഞാൽ അതിന് സക്കാത്ത് കൊടുക്കേണ്ടി വരും. സ്വർണ്ണമാണെങ്കിൽ സ്വർണ്ണത്തിന്റെ കണക്ക് 85 ഗ്രാമാണ്. ഒരു വർഷം സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ആഭരണമായി മാറ്റിയിട്ടില്ലാത്ത, ഉപയോഗിക്കണമെന്ന് ആഗ്രഹവുമില്ലാതെ മാറ്റിവെച്ചിട്ടുള്ള, അസറ്റായി തീരുമാനിച്ചു വെച്ച സ്വർണ്ണങ്ങളിൽ അത് ആഭരണമായാൽ പോലും അതിൽ സക്കാത്ത് വരും എന്നാണ് അതിന്റെ പക്ഷം. നേരെമറിച്ച് നമ്മൾ പല ചിലതൊക്കെ ലോക്കലിൽ കൊണ്ടുപോയി വെച്ചു, ഒരു പരിപാടി വരുമ്പോൾ ഉപയോഗിക്കാം, ഒരു ഫംഗ്ഷൻ വരുമ്പോൾ അണിയാം, അത് വിൽക്കരുത്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മാലയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട വളയാണ്, ഇഷ്ടപ്പെട്ട പാദസരമാണ് എന്ന് മാറ്റിവെക്കുന്നതിൽ സക്കാത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് ഷാഫിഈ മദ്ഹബിന്റെയും മാലിക്കി മദ്ഹബിന്റെയും ഹംബലി മദ്ഹബിന്റെയും അഭിപ്രായം. നമുക്ക് നമ്മൾ ഷാഫികളായ നമ്മളെ മറ്റു മദ്ഹബ് നമ്മുടെ തലക്കുമീതെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. എന്താണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്? ഇവർ പറയുന്ന ഒരു തെളിവ് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസാണ്. അൻ ആയിഷ റളിയല്ലാഹു അൻഹ സൗജുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറആ ഫീ യദയ്യ ഫതഖാത്തിൻ മിൻ വരിഖിൻ. റസൂലുള്ളാഹി തങ്ങൾ വന്നപ്പോഴേ എന്റെ കയ്യിൽ വെള്ളിയുടെ ഫതഖാത്ത് എന്ന് പറഞ്ഞ വലിയ മോതിരത്തിനെ പറയാം, വലിയ മോതിരം എന്റെ കയ്യിൽ തങ്ങൾ കണ്ടു. മാഹാദായ ആയിഷ എന്ന് നബി തങ്ങൾ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നബിയെ സുനഅതുഹുന്ന അതസയ്യനു ലക യാ റസൂലല്ലാഹ്, ഞാനതൊരു ഭംഗിക്ക് അങ്ങയുടെ മുമ്പിൽ നിൽക്കുമ്പോഴൊക്കെ ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. ആ വെള്ളിക്ക് നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഖുൽതു ലാ, ഇല്ല എന്ന് ആയിഷ ബീവി പറഞ്ഞു. ഹുവ ഹസ്ബുകി മിനൻ നാർ, അതുകൊണ്ട് നരകശിക്ഷ വരുമല്ലോ എന്ന് നബി തങ്ങൾ പറഞ്ഞു എന്നാണ് ഹദീസ് അബൂ ദാവൂദ് എന്നവരുടെ സുനനിലുണ്ട്. ഹാഫിദ് ഇബ്നു ഹജർ തങ്ങൾ അതിനെ സ്വഹീഹാണെന്ന് പറയുകയും ചെയ്തു. എന്നാൽ ഇമാം തുർമുദി തങ്ങൾ ഈ ഹദീസ് ദഈഫാണെന്ന് പറഞ്ഞവരാണ്. അദ്ദാറഖുത്നി ഹദീസ് ദഈഫാണെന്ന് പറഞ്ഞു. ഇമാം ദഹബി, ഇബ്നു അബ്ദുൽ ഹാദി ഇവരൊക്കെ ഈ ഹദീസ് ദഈഫാണെന്ന് പറഞ്ഞു. ഇത് മാത്രമല്ല, ആഭരണങ്ങളിൽ സക്കാത്ത് ഉണ്ട് എന്ന് പറഞ്ഞ മുഴുവൻ ഹദീസുകളും ദഈഫുകളാണ് എന്ന് പറഞ്ഞവരാണ് പണ്ഡിതപക്ഷം. അപ്പോൾ ഒരു ഹദീസ് വെച്ചിട്ട് അതുകൊണ്ട് കൊടുക്കണം എന്ന് പറയാ, അതുകൊണ്ട് മസാല പറയാ, അതാണ് ഇപ്പോൾ ഒരാൾ ചെയ്തിട്ടുള്ളത്. ഞാൻ അതുകൊണ്ടാണ് ആ വിഷയം പറയുന്നത്. രണ്ടാമത്തെ തെളിവ് പറയാ, അൻ അത്വാഇൻ അൻ ഉമ്മി സലമ റളിയല്ലാഹു അൻഹയെ കുറിച്ച് വന്നിട്ടുള്ള ഒരു ഹദീസ്. ഖാലത് കുൻതു അൽബസു ഔദാഹൻ മിൻ ദഹബിൻ,
كنت ألبس أوضاحا من ذهب فقلت يا رسول الله أكنز هو قال ما بلغ أن تؤدى زكاته فزكي فليس بكنز എന്ന് നബി തങ്ങൾ മറുപടി പറഞ്ഞു എന്നാണ് ആ ഹദീസിന്റെ ഭാഷ്യം. മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒരു സ്വർണ്ണത്തിന്റെ ആഭരണം കയ്യിൽ വെച്ചുകൊണ്ട് തങ്ങളോട് ചോദിച്ചു, നബിയെ ഇത് കെൻസ് ആണോ? വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ, സ്വർണ്ണവും വെള്ളിയും കൂമ്പാരമാക്കി വെക്കുന്ന ആളുകൾ, വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ദാനം ചെയ്യാത്ത ആളുകൾ, അവർക്ക് ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞ ആയത്തിൽ കെൻസ് എന്ന് പറഞ്ഞതിൽ ഈ ആഭരണം പെടുമോ എന്ന് തങ്ങളോട് ഞാൻ ചോദിച്ചു. തങ്ങൾ പറഞ്ഞു സക്കാത്ത് കൊടുക്കാനുള്ളതാണെങ്കിൽ സക്കാത്ത് കൊടുക്കണം, വലൈസ ബികൻസിൻ, സക്കാത്ത് കൊടുത്താൽ പിന്നെ അത് കെൻസ് എന്ന വിഭാഗത്തിൽ പെടില്ല എന്ന് തങ്ങൾ പറഞ്ഞ ഹദീസുമാണ് ഇവരിതിന് തെളിവായി പറയാറുള്ളത്. ഈ ഹദീസിനെ സംബന്ധിച്ച് പോലും മഹാന്മാരായ പണ്ഡിതന്മാർ അത് പ്രബലമായ ഹദീസ് അല്ല എന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇവരൊക്കെ അംഗീകരിക്കുന്ന ആൾ അൽബാനി നാസറുദ്ദീൻ അൽബാനി ആധുനിക കാലക്കാരനാണ്. ഇങ്ങനെ മദ്ഹബുകൾ അംഗീകരിക്കാത്ത സർവ്വ ടീമും അംഗീകരിക്കുന്ന ആളാണ് അൽബാനിയുടെ ഹദീസിന്റെ ബലാബലം. അദ്ദേഹം എന്ന് പറഞ്ഞു നമുക്ക് അള്ളാഹുൽ അൽബാനി തന്നെ വൈഫ എന്ന് പറഞ്ഞ ഹദീസാണിത്. ഇത് വെച്ചിട്ട് മസാല പറയാം. പിന്നെ ഞാൻ ആ വീഡിയോ കണ്ടു. അതിൽ പറയുന്ന ഒരു ഹദീസ് ഉണ്ട് ഇങ്ങനെ, അൻ അംർ ഇബ്നു ശുഐബ് അൻ അബീഹി അൻ ജദ്ദിഹി അന്ന ഇംറഅതൻ അതത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നു എന്നാണ് ഹദീസ്. വമഅഹ ഇബ്നതുൽ ലഹ, അവരുടെ കൂടെ അവരുടെ ഒരു മോൾ ഉണ്ടായിരുന്നു. വഫിയ ഇബ്നതിഹ മസകതാനി ഗലീലതാനി മിൻ ദഹബിൻ, സ്വർണ്ണത്തിന്റെ കട്ടികൂടിയ വളകൾ ആ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചത്രേ, അതുഅതീന സകാത ഹാദാ, ഈ വളകളുടെ സകാത്ത് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഖാലത് ലാ, ഇല്ലെന്ന പെണ്ണ് മറുപടി പറഞ്ഞപ്പോൾ, അയസുറുകി അൻ യുസവ്വിറകില്ലാഹു ബിഹിമാ യൗമൽ ഖിയാമ ശിവാവൈനി മിൻ നാരിൻ, നരകത്തിന്റെ വളകൾ ഇതിന് പകരം അല്ലാഹു തരുമെന്ന് അല്ലാഹു തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് പറഞ്ഞപ്പോൾ ആ രണ്ട് വളകളും ഊരുകയും പുണ്യനബിയുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്തിട്ട് പറഞ്ഞത് അല്ലാഹുവിനും റസൂലിനുമുള്ളതാണ് എന്ന് പറഞ്ഞ ഹദീസ് ദഅഹു തുർമിദി, ഇമാം തുർമിദി തങ്ങൾ ദഈഫാണെന്ന് പറഞ്ഞു. അന്നസായി ഹദീസ് പണ്ഡിതൻ ഇമാം നസായി തങ്ങൾ, ഇബ്നു ഹിബ്ബാൻ ഹദീസ് പണ്ഡിതൻ, അൽ ബൽഹഖി, ഇമാം ഹസ്ം, ഇബ്നു ജൗസി, ഇബ്നു കതീർ, ഇവരൊക്കെ ഇത് ദഈഫാണെന്ന് പറഞ്ഞ ഹദീസാണ്. ഇതാണ് ഇവർക്ക് തെളിവ് പറയുമ്പോൾ ആഭരണത്തിന് സക്കാത്ത് കൊടുക്കണം. ഈ വളന്റെ കഥ പറയും. ആ വളയുടെ ഹദീസിനെ സംബന്ധിച്ച് എന്താണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഇതവിടെ നോക്കുപോലില്ല. അവർക്കത് വിഷയമല്ല. അതുകൊണ്ട് ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് നമ്മുടെ മദ്ഹബ് എന്താ പറയുന്നത് നമുക്ക് അത്ര നോക്കിയാൽ നമ്മൾ മുഖല്ലിദീങ്ങളാണ്.